സംസ്ഥാന ഭരണം എങ്ങോട്ടാണ് പോകുന്നത്? അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന മട്ടിലാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും പോക്ക്. ഭാരതാംബ വിവാദവും കാവിക്കൊടി വിവാദവും പിന്നിട്ട ഗുരുപൂജ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും പോലും സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വേണമെന്ന മട്ടിലാണ് നിലവിൽ കേരളത്തിലെ ഇടതുഭരണം മുന്നോട്ട് പോകുന്നത്. ആദരിക്കുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് ചിന്തിക്കാനേ വയ്യ. അഥവാ ആദരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ വേണമെന്ന് പാർട്ടി തീരുമാനിക്കും. ആദരിക്കുന്നവർക്കും ആദരിക്കപ്പെടുന്നവർക്കും അതിൽ തീരുമാനമെടുക്കാൻ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കുഴിമാടം തീർത്തോ കസേര കത്തിച്ചോ പുലഭ്യം വിളിച്ചോ കൈകാലുകൾ വെട്ടിയോ ഒക്കെ പാർട്ടിയുടെ അണികൾ അത് ചെയ്തുകൊള്ളും. മറ്റാരും അതിനൊന്നും മുതിരേണ്ടതില്ല എന്നതാണ് പാർട്ടി നിലപാട്. ഇക്കാര്യത്തിൽ പൊതുധാരണ ഉണ്ടാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിളംബരം വന്നിരിക്കുന്നത്. ആദരവ് കാണിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടുകയും അത് പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്ത ആളാണല്ലോ മന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കാരണത്തിൽ നല്ല ധാരണ കാണും. പക്ഷേ ആ സംസ്കാരത്തിന്റെ വിചിത്രമുഖം മീഡിയകളിലൂടെ നേരിൽ കണ്ടവർ ഇനി അത് അംഗീകരിക്കുമെന്ന് കരുതാനാവില്ല. അത്രയും കൃത്യമായി അത് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഗുരുവിനെ ആക്രമിക്കുന്നതും അവഹേളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്ന CPM നേതാക്കൾക്ക് ഗുരുക്കന്മാരെ മാന്യമായി ആദരിക്കുന്നത് കണ്ടാൽ ഹലാലിളകുന്നതിന് പിന്നിലെ കാരണം നാട്ടുകാർക്ക് നന്നായി അറിയാം. സത്യത്തിൽ പാർട്ടിയും സർക്കാരും ആകെ ഒരു അങ്കലാപ്പിലാണ്. ചിലർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നേർവഴിക്ക് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കുകയും ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അംഗീകാരം ബലത്തിൽ തങ്ങളുടെ അടിത്തറ ഇളക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. അതിനെ എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് ധാരണയില്ല താനും. അത്തരം കാര്യങ്ങളെ ചിലവാരി എറിഞ്ഞ് നശിപ്പിക്കാൻ നോക്കുക എന്ന പതിവ് നാടകമാണ് ഇക്കാര്യത്തിലും അവതരിപ്പിക്കുന്നത്. നാടിന്റെ സാംസ്കാരിക പൈതൃകമായി കാണാനുള്ള മനസ്സുമില്ല. അങ്ങനെ ചെയ്താൽ അത് മറുപക്ഷത്തിനുള്ള അംഗീകാരമായി പോകുമോ എന്ന് ഭയം. മാത്രമല്ല പറയുന്നതൊന്നും സാധിച്ചു കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്ന ചിലർക്ക് അത് പിടിക്കാതെ വരുമോ എന്ന പേടിയുമുണ്ട്. അവരെയും പിടക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. അവർക്ക് മുന്നിൽ മടക്കാനാണ് പാർട്ടിയും സർക്കാരും മുട്ടെന്ന അവയവം ഉപയോഗിക്കുന്നത് തന്നെ. ആ ചിന്താകുഴപ്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയമാണ് എതിർക്കുക, ചീത്ത വിളിക്കുക എന്നത്. ഭരണമുള്ളിടത്തോളം കാലം അധികാരമുണ്ടല്ലോ. ആ മുഷ്കാണ് ഈ നീക്കത്തിന്റെ ശക്തി. സർവകലാശാലകളിൽ നിന്ന് കലാപന്തരീക്ഷം സ്കൂൾ തലത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. ഏതായാലും തിട്ടൂറ് മറക്കുന്ന സർക്കാരും പാർട്ടിയും മന്ത്രിമാരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. പാർട്ടി അംഗീകരിച്ചില്ലെങ്കിലും ഈ നാടിന് ഒരു സംസ്കാരമുണ്ട്. അത് നമ്മളാരും ഉണ്ടാക്കിയതല്ല, തലമുറകളിലൂടെ കൈമാറി വന്നതാണ്, പാരമ്പര്യമായി ആർജിച്ചതാണ്. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാന്യരെയും ആദരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. രാഷ്ട്രീയക്കാരും ഭരണകക്ഷികളും കൊണ്ടുവന്നതല്ല. കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ പിറക്കും മുമ്പേ ആ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു. പാർട്ടിയോടും സർക്കാരിനോടും ചോദിച്ചിട്ടല്ല ഇവിടെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകി പോന്നതും അവരെ ശിഷ്യർ വണങ്ങി പോന്നതും. പാദപൂജ എന്നത് അവരുടെ അറിവിനും അനുഭവ സമ്പത്തിനും അവർ പകർന്നതെന്ന അറിവിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ നൽകുന്ന ആദരവാണ്. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആണിക്കല്ലാണ്. മുതിർന്നവരെയും അധ്യാപകരെയും കണ്ടാൽ കാൽ തൊട്ട് വന്ദിക്കുന്ന രീതി അതിന്റെ ഭാഗമാണ്. അതിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, നിറവുമില്ല. ചില നിറങ്ങളുടെ പേരിലാണല്ലോ പാർട്ടിക്ക് ഈയിടെ ഏറ്റവും കൂടുതൽ ഹലാലിളക്കം ഉണ്ടാവുന്നത്. ആ കാവ്യ നിറം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന് സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യമുണ്ട്, പരിശുദ്ധിയുമുണ്ട്. അനർഗള പ്രവാഹമാണ് അത് സൂചിപ്പിക്കുന്ന സാംസ്കാരിക പൈതൃകം. മൺചിറകെട്ടി തടയാനാവില്ല. പാർട്ടിയുടെ മുഷ്കിനും എത്രയോ അപ്പുറത്താണ് അതിന്റെ ശക്തി. അത് കാലക്രമേണ ബോധ്യപ്പെടും, അല്ലെങ്കിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തി തരും.